Good morning. Good morning, ma'am. Okay, good morning. Okay. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് എൻഗേജ് എന്ന് പറഞ്ഞ പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ. അതിൽ നമ്മൾ കുറച്ചധികം ടേംസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അല്ലെ. ക്വാളിറ്റി അഷുറൻസ് എന്താണ്, അതുപോലെ ക്വാളിറ്റി കൺട്രോൾ എന്താണ് അല്ലെ, QA എന്താണ് അല്ലെ, QA ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോള്, പിന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ പഠിച്ചില്ലേ നമ്മള്. പിന്നെ എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ, TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്, ഇങ്ങനെ കുറെ ടേംസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോ. പിന്നെ നമ്മൾ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ, മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ? ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, വായിച്ചു നോക്കി. ക്ലിയർ ആയോ അത്രയും ഭാഗങ്ങൾ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ശരി, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഇതുപോലെ തന്നെ നമുക്ക് പോയാൽ മതിയല്ലോ. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ നമ്മള് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. 13 പോയിന്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി സർട്ടിഫിക്കേഷനെ പറ്റിയാണ് ഇനി നമ്മൾ കാണാനായിട്ട്. എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഡയറക്റ്റ് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് വായിക്കാം. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് പേഷ്യന്റ് കണ്ടന്റ്മെന്റ് ആൻഡ് എൻഹാൻസിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അക്രോസ് ദ ഹോസ്പിറ്റൽ ഓഫ് അവർ കൺട്രി. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് പറയുന്നത്? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഈസ് എ പ്രോസസ്. എന്തിനുള്ള പ്രോസസ് ആണ്? ഫോർ ഇംപ്രൂവിംഗ് ദ പേഷ്യന്റ് കണ്ടന്റ്മെന്റ് ആൻഡ് എൻഹാൻസിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അക്രോസ് ദ ഹോസ്പിറ്റൽ ഓഫ് അവർ കൺട്രി. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? സംതൃപ്തി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള അർത്ഥമാണ്. എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്തെ ആശുപത്രിയിലുടനീളം രോഗികളുടെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഗുണനിലവാരം ഉയർത്തുന്നതിനായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. പറഞ്ഞു മനസ്സിലായോ? എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്തെ ആശുപത്രികളിലുടനീളം നമ്മളുടെ പേഷ്യൻസിന്റെ, രോഗികളുടെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ ഹോസ്പിറ്റലുകളുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ, അതിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം ഉയർത്തുന്നതിനുമായിട്ടുള്ളൊരു പ്രക്രിയയാണ് ഇത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾക്കിപ്പോ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോ അല്ലെ, ഒരു സർട്ടിഫൈഡ് ആവാൻ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അവിടെ കുറെ കൂടെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മളൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു വാല്യൂ വരികയാണ്. അപ്പൊ ആ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടായാലും ആരോഗ്യ മേഖലയിൽ എന്താണ് കൂടുതൽ സർവീസുകളുടെ ക്വാളിറ്റി അവർ എൻഹാൻസ് ചെയ്യും അല്ലെ. അവിടുത്തെ ഗുണനിലവാരം അവർ മെച്ചപ്പെടുത്തും. ഇങ്ങനെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുമ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഏറ്റവും നമ്മൾ ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കുന്നത് എന്താണ്? അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആർക്കാണ് ലഭിക്കുന്നത്? പേഷ്യൻസിനാണ്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അവിടെ നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആരോഗ്യ മേഖലയിൽ കൂടുതൽ മെച്ചപ്പെടലുകൾ, കൂടുതൽ ഗുണനിലവാരം നമുക്ക് ഉയർത്താനും അതുവഴി നമുക്ക് എന്താണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ രാജ്യത്തെ ആശുപത്രികളിലുടനീളം പേഷ്യന്റിന്റെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഗുണനിലവാരം ഉയർത്തുന്നതിനായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്?
ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ കുറെ ടേമുകൾ നമ്മളിപ്പോ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ക്വാളിറ്റി അഷ്വറൻസ് എന്താണ്? QA എന്ന് പറയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആണ് നൽകുന്നത് അല്ലെ? ക്വാളിറ്റി റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നൽകുന്നത് ക്വാളിറ്റി അഷ്വറൻസ് ആണ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് റിലീസ് ചെയ്തതിന് ശേഷം അതിന്റെ ക്വാളിറ്റീസുകൾ, അതിന്റെ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാണ് നമ്മൾ അതിന്റെ പോരായ്മകൾ അല്ലെ? അതാണ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു ഓൺഗോയിങ് പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതുപോലെയുള്ളതാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്നും പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ട്രക്ചർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അതിന് വലിയ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാറില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ഫാർമസി പഠിച്ചപ്പോ അവിടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നില്ലേ, ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇൻഫെക്ഷൻ പഠിച്ചു കഴിഞ്ഞപ്പോ അല്ലെ, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ പറഞ്ഞപ്പോ അവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. എന്നതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയും മറ്റും മാനേജ് ചെയ്യുന്നതിനായിട്ട് അവിടെ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ട്രക്ചർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നമുക്കതൊന്ന് വായിക്കാം. ഏറ്റവും ടോപ്പിൽ ആരാണ് നോക്കിയേ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് വരുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പ് മാനേജ്മെന്റ് ആണ് അല്ലെ? അതായത് ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിലിരിക്കുന്നത് ആരാണ്? അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കേട്ടോ അല്ലെ? ഏറ്റവും ചിലപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, വിച്ച് ഇസ് ദ ടോപ്പ് മാനേജ്മെന്റ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നത് ആരാണ്? അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കേട്ടോ. ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അവരുടെ കീഴിലായിട്ടാണ് ആര് വരുന്നത്? CEO വരുന്നത് അല്ലെ? CEO വരുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ടിനും വരുന്നുണ്ട് അല്ലെ? CEO ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. അദ്ദേഹം എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ് അല്ലെ? ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ് CEO എന്ന് പറയുന്ന പൊസിഷൻ അല്ലെ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതുകൂടാണ്ട് മെഡിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റിന് ഹെഡായിട്ട് മെഡിക്കൽ സൂപ്രണ്ടിനും അതിന് കീഴിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും കീഴിലായിട്ടാണ് ആര് വരുന്നത്? ക്വാളിറ്റി മാനേജർ വരുന്നത്. നമ്മൾ മുൻപ് പഠിച്ചില്ലേ, ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കണ്ടിരുന്നു. അപ്പൊ ക്വാളിറ്റി മാനേജർ വരുന്നത്. ക്വാളിറ്റി മാനേജറുടെ കീഴിലായിട്ടാണ് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ വരുന്നത് കേട്ടോ. ആരാണ്? അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ. ഇനി അദ്ദേഹത്തിന്റെ കീഴിലായിട്ട്, ഇത് ഫുൾ അല്ലല്ലോ, നിങ്ങളുടെ നോട്ടില് PDF വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങളുടെ ടെക്സ്റ്റില് നിങ്ങളുടെ നോട്ടില് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിനകത്ത് നോക്കിയാൽ മതി ടെക്സ്റ്റില്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ ആരൊക്കെ വരുന്നുണ്ട്? ക്വാളിറ്റി എക്സിക്യൂട്ടീവും വരുന്നുണ്ട്. അതുപോലെ തന്നെ റെപ്രസെന്റേറ്റീവ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെയും നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുടെയും എല്ലാ റെപ്രസെന്റേറ്റീവ്സും ഇതിന്റെ ഭാഗമായിരിക്കും അല്ലെ? ഓക്കെ, അടുത്തത് ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ കീഴിലായിട്ട് ആരൊക്കെയാണ് വരുന്നത്? ക്വാളിറ്റി കോർഡിനേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി അസിസ്റ്റന്റും വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കുക കേട്ടോ. ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ കീഴിലായിട്ട് ആരാണ് വരുന്നത്? ക്വാളിറ്റി കോർഡിനേറ്റർ. അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ക്വാളിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അതിന് വലിയ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ വരുന്നത്, ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആരാണ്? അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കേട്ടോ. അവരുടെ കീഴിലായിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിട്ടുള്ള CEO വരുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നുള്ള രീതിയിൽ മെഡിക്കൽ സൂപ്രണ്ടിനും വരുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ മണ്ടറിലായിട്ടാണ് നമ്മൾ മുന്നിൽ പഠിച്ച ക്വാളിറ്റി മാനേജർ. ക്വാളിറ്റി മാനേജറുടെ കീഴിലായിട്ട് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ ഉണ്ട് കേട്ടോ. ഓക്കെ, അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറിൽ രണ്ട് വിഭാഗം ആളുകളാണ് അതിന്റെ കീഴിലായിട്ട് വരുന്നത്. ഒന്ന് ക്വാളിറ്റി എക്സിക്യൂട്ടീവും മറ്റൊന്ന് റെപ്രസെന്റേറ്റീവ് ഫ്രം ദ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതവിടെ അവസാനിച്ചു. ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ കീഴിലായിട്ട് ക്വാളിറ്റി കോർഡിനേറ്റർ വരുന്നുണ്ട്. ക്വാളിറ്റി കോർഡിനേറ്ററുടെ കീഴിലായിട്ട് ക്വാളിറ്റി അസിസ്റ്റന്റും വരുന്നുണ്ട്. ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കുക. ഏറ്റവും ടോപ്പ് മാനേജ്മെന്റ് ആരാണ്? അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അത് വേണമെങ്കിൽ എടുത്തു വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. ഇതാണ്
accreditation. Okay. എന്താണ് accreditation എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു അംഗീകാരമാണ് അല്ലെ? accreditation എന്ന് പറഞ്ഞാൽ ഒരു അംഗീകാരമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. Accreditation refers to the public recognition. Underline ചെയ്യാം ട്ടോ. Accreditation refers to the public recognition. Accreditation എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? It is a public recognition. ഒരു പൊതു അംഗീകാരമാണ് അല്ലെ? ആർക്ക് കൊടുക്കുന്ന അംഗീകാരമാണ്? നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലുകള്, ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്ക് കൊടുക്കുന്ന ഒരു റെക്കഗ്നേഷൻ ആണ്, ഒരു പബ്ലിക് റെക്കഗ്നേഷൻ ആണ് എന്തെന്ന് പറയുന്നത് accreditation എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഇനി മനസ്സിലാക്കുക, ഈ ഒരു accreditation കൊടുക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഓർഗനൈസേഷൻ ആണ് അല്ലെ? അല്ലാണ്ട് ഒരു ഹോസ്പിറ്റലിന് accreditation കൊടുക്കുന്നത് അവിടുത്തെ അകത്തുള്ള ഇന്റേണൽ ഇതാണോ കൊടുക്കുന്നത്? അല്ല, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ പുറമേ നിന്ന് വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഒരു accreditation നമ്മൾ കൊടുക്കുന്നത്. പുറമേ നിന്ന് കിട്ടുന്ന അംഗീകാരത്തിനാണ് വാല്യൂ ഉള്ളത് അല്ലെ? അല്ലാണ്ട് അതിനകത്തുള്ള ആളുകളല്ല അതിന് റെക്കഗ്നേഷൻ കൊടുക്കേണ്ടത്. പകരം എന്താണ്? അതിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ? ഒരു പുറമേ നിന്നുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അവിടെ എന്ത് കൊടുക്കേണ്ടത്? ഒരു റെക്കഗ്നേഷൻ, ഒരു accreditation അവർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കാം, accreditation എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് റെക്കഗ്നേഷൻ, ഒരു പൊതു അംഗീകാരത്തിനെയാണ് accreditation എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നോക്കുക, for a hospital to be accredited, it is done through an independent external evaluation of that organization's level of performance in connection with the standard. ഇപ്പൊ പറഞ്ഞ കാര്യമാണ്, അതായത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിൽ അവരുടെ പ്രകടനം അതിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ഇവാലുവേഷനിലൂടെയാണ് നമ്മൾ ആ ഹോസ്പിറ്റലിന് എന്ത് കൊടുക്കുന്നത്? accreditation കൊടുക്കുന്നത് അല്ലെ? അതായത് പുറമേ നിന്നുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഈ ഒരു accreditation അവർക്ക് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഒരു accreditation കൊടുക്കുന്നത്? കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ ലെവൽ ഓഫ് പെർഫോമൻസിനെ വിലയിരുത്തിക്കൊണ്ടാണ് അവർ എന്ത് കൊടുക്കുന്നത്? ഒരു accreditation കൊടുക്കുന്നത്. അതും ആരാണ് കൊടുക്കുന്നത്? ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ ആണ് അവരെ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് അവർക്ക് ഒരു accreditation നൽകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കൂ, accreditation is non compulsory. accreditation പ്രത്യേകതകളാണ് ഈ പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് നോൺ കമ്പൾസറി എന്ന് വെച്ചാൽ നിർബന്ധമുള്ള ഒരു കാര്യമല്ല. That means it is voluntary ആണ് ശരിക്കും. സ്വമേധയാ ഉണ്ടാവുന്നതാണ് accreditation എന്ന് വെച്ചാൽ അതൊരു ലീഗൽ റിക്വയർമെന്റ് അല്ല. accreditation വേണം എന്ന് പറയുന്നത് ഒരു ലീഗൽ റിക്വയർമെന്റ് അല്ല. അതായത് accreditation ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ലീഗൽ റിക്വയർമെന്റ് അല്ല അത്. നിർബന്ധമില്ല. പക്ഷെ എന്താണ്? ഇറ്റ് ഈസ് വോളണ്ടറി ആണ്, പക്ഷെ സ്വമേധയാ ഉണ്ടാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ accreditation കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അത് നമ്മൾ ഇനി അടുത്തത് പഠിക്കുന്നുണ്ട്. കാര്യം നമുക്ക് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവര് സ്വയം തയ്യാറായി മുന്നോട്ട് വരുന്നതാണ്. ഒരു accreditation പ്രോസസ്സിന് വിധേയമാകുന്നതിലൂടെ അവർക്ക് അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി ഒക്കെ മറ്റുള്ളവരുടെ മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതവര് സ്വമേധയാ ചെയ്യുന്നതാണ്, അല്ലാണ്ട് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ ലീഗൽ റിക്വയർമെന്റ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് accreditation is non compulsory കേട്ടോ. നിർബന്ധമില്ല, അതൊരു വോളണ്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ accreditation ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് ഓർ എ കണ്ടിന്യൂസ് പ്രോസസ്. അത് രണ്ടാമത്തെ പ്രത്യേകതയാണ്. accreditation എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അല്ലാണ്ട് എന്തല്ല, ഒരു വൺ ടൈം ഇവന്റ് അല്ല. ശരിക്കും ഒറ്റ സമയം നടക്കുന്ന ഒരു കാര്യമല്ല ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സൈക്കിൾ ഓഫ് ഇവാലുവേഷൻ, ഇംപ്രൂവ്മെന്റ് ആൻഡ് അസസ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു അസസ്മെന്റും ഇവാലുവേഷനും ഒക്കെയാണ് എന്ത് accreditation എന്ന് പറഞ്ഞത്. എന്തല്ല, ഒരു വൺ ടൈം ഇവന്റ് അല്ല, തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. accreditation എന്ന് പറയുമ്പോൾ അതിന്റെ പോയിന്റുകളൊക്കെ ഓർക്കുക. എന്താണ് accreditation എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് എ പബ്ലിക് റെക്കഗ്നേഷൻ ആണ്, ഇതൊരു പൊതു അംഗീകാരത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ? ഇനി ഒരു ഹോസ്പിറ്റലിന് accreditation കൊടുക്കുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? അത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് അതിന് accreditation കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ആരാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒരു ഇന്റേണൽ ഏജൻസി ആണോ? അല്ല, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ ആണ് ഇത്തരം ഇവാലുവേഷൻ നടത്തിയിട്ട് അവർക്ക് വേണ്ട accreditation കൊടുക്കുന്നത്. ക്ലിയർ ആയോ?
പിന്നെ അക്രഡിറ്റേഷന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഇസ് എ നോൺ കമ്പൾസറി ആണ് എന്ന് പറഞ്ഞത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ഇറ്റ് ഇസ് എ വോളണ്ടറി ആണ് എന്ന് വെച്ചാൽ അത് സ്വമേധയാ ഉണ്ടാവുന്നതാണെന്ന് ഓർത്ത് വെക്കുക. അല്ലാണ്ട് ഒരിക്കലും ഇറ്റ് ഇസ് നോട്ട് എ ലീഗൽ റിക്വയർമെന്റ്. അത് ലീഗൽ റിക്വയർമെന്റ് അല്ല, അത് ഉണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതൊരു വോളണ്ടറി ആണ് കേട്ടോ. ദാറ്റ് മീൻസ് നോൺ കമ്പൾസറി ആണെന്ന് ഓർക്കുക. പിന്നെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഓൺ ഗോയിങ് പ്രോസസ് ആണ്, തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം ഇവന്റ്. ഒരു വൺ ടൈം ഇവന്റ് അല്ല, ഇത് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സൈക്കിൾ ഓഫ് ഇവാലുവേഷൻ, അസസ്മെന്റ് ആൻഡ് ഇംപ്രൂവ്മെന്റ് കേട്ടോ. ഇത്രയും പോയിന്റുകൾ മാത്രം നിങ്ങൾക്ക് അക്രഡിറ്റേഷനെ പറ്റിയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നത് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. അക്രഡിറ്റേഷൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ അഥവാ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ അത് 3 കാറ്റഗറിയിലൂടെയാണ് നമ്മൾ ആ ബെനിഫിറ്റ്സിനെ നോക്കി കാണുന്നത് കേട്ടോ. ഒന്ന് നമ്മൾ ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്, പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റുകളുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റുകളുണ്ട്. പിന്നെ പഠിക്കുന്നത് ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫുകൾക്ക്, സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ്. അങ്ങനെ നമ്മൾ 3ആയിട്ട് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് തന്നെ അഡ്വാൻറ്റേജസ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്ന് എന്താ നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് ആണ് കേട്ടോ. രോഗികൾക്കുള്ള ബെനിഫിറ്റ്സുകൾ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ആരാണ്? പേഷ്യൻസ് ആണ് അല്ലെ. ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു പേഷ്യന്റ് തന്നെയാണ്. പേഷ്യൻസിനാണ് ഏറ്റവും വലിയ അതിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ അവരാണ്. കാര്യം എന്താന്ന് നോക്കിയേ. അക്രഡിറ്റേഷൻ പ്രോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. ഒരു അക്രഡിറ്റേഷൻ എന്തിന് കാരണമാകുന്നത്? അക്രഡിറ്റേഷൻ എന്താണ്? എപ്പോഴും ഒരു ഹൈ ക്വാളിറ്റി, ഏറ്റവും ഉയർന്ന നിലവാരമുള്ളത്, ഏറ്റവും ഗുണനിലവാരമുള്ളതും ഒരു പേഷ്യന്റിന്റെ സുരക്ഷിതത്വം അവിടെ ഉറപ്പാക്കുന്നുണ്ട് അല്ലെ. ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത് എല്ലാ സ്റ്റാൻഡേർഡുകളും മീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും ഗുണനിലവാരമുള്ള പരിചരണങ്ങളും രോഗി സുരക്ഷിതത്വം ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഉറപ്പാക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ആർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്? പേഷ്യൻസിന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പേഷ്യൻസ് ആണ് ഏറ്റവും നല്ല ബെനിഫിഷ്യറി എന്ന് പറയാൻ കാരണം അതാണ് കേട്ടോ. ക്ലിയർ ആയോ? അക്രഡിറ്റേഷൻ പ്രോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി കേട്ടോ. ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണവും രോഗിയുടെ സുരക്ഷിതത്വം അവിടെ ഉറപ്പാക്കപ്പെടും. ഓക്കെ, പിന്നെ 3ാമത്തെ പോയിന്റ് എന്താണ്? ദ പേഷ്യൻസ് ആർ സർവീസ്ഡ് ബൈ ദ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും യോഗ്യരായിട്ടുള്ള കേട്ടോ, ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ സേവനങ്ങളായിരിക്കും അത്തരം ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് ലഭിക്കുന്നത്. ശരിയല്ലേ? അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത്രയും ക്വാളിഫൈഡ് ആയിട്ട്, അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് സേവനങ്ങൾ കൊടുക്കുന്നത് വളരെ യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും. ഓക്കെ, അതും ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. പിന്നെന്താ പറയുന്നത്? റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് കേട്ടോ. റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ അവകാശങ്ങൾ അവിടെ ബഹുമാനിക്കപ്പെടുകയും അതുപോലെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അല്ലെ, മറ്റുള്ളൊരു എന്താ പറയാ ക്രെഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അപ്പൊ എല്ലാ മേഖലകളിലും കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ രോഗിയുടെ അവകാശങ്ങൾ അവിടെ ബഹുമാനിക്കപ്പെടുകയും അവിടെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. അതിന് പുറമെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇടയ്ക്കിടയ്ക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ടാവും? വിലയിരുത്തുന്നുണ്ടാവും അല്ലെ. കാര്യം നമ്മൾ എത്ര സർവീസ് കൊടുത്താലും അതിൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ അവിടെ നോക്കേണ്ടത് അല്ലെ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനോ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീക്വന്റ് ആയിട്ട് അവര് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയത് എല്ലാം തന്നെ പേഷ്യന്റിന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റുകളാണ് അല്ലെ. ഓർത്ത് വെക്കാം, അക്രഡിറ്റേഷൻ കൊണ്ട് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ, ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? പേഷ്യൻസ് തന്നെയാണ് അല്ലെ. കാര്യം എന്താണ്? അക്രഡിറ്റേഷൻ എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണവും പേഷ്യന്റിന്റെ സുരക്ഷിതത്വം അവിടെ ഉറപ്പാക്കുന്നുണ്ട്. അതുപോലെ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ ഏറ്റവും യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ സേവനങ്ങളായിരിക്കും പേഷ്യൻസിന് ലഭിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ അത്തരം ഹോസ്പിറ്റലുകളിൽ പേഷ്യന്റിന്റെ അവകാശങ്ങൾ അവിടെ ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പേഷ്യന്റിന്റെ സംതൃപ്തി അവിടെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് അക്രഡിറ്റേഷൻ കൊണ്ട് പേഷ്യൻസിന് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ. ഇതൊക്കെ ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ,
അടുത്തത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അതായത് ഒരു ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് ഇവിടുത്തെ ഓർഗനൈസേഷൻ ഒരു ഹോസ്പിറ്റൽ ആണ് അല്ലെ. ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഒരു ഹോസ്പിറ്റലിന് ഉള്ളത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ആ പോയിന്റുകൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാനായിട്ട്, ശ്രദ്ധിക്കാം കേട്ടോ. ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഓക്കെ, ആ ഒരു ഹോസ്പിറ്റലിന് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അക്രഡിറ്റേഷൻ മൂലം ലഭിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, accreditation to a healthcare organization invigorates continuous improvement. ഇതാണ് പറയുന്നത്, accreditation to a healthcare organization invigorates continuous improvement. Invigorate എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ഉന്മേഷം നൽകുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഉന്മേഷം നൽകുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്ത് ഇൻവിഗോറേറ്റ്? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് നമ്മൾ കൊടുക്കുന്ന നമ്മളല്ല, മീൻസ് കൃത്യമായിട്ട് ഏജൻസി കൊടുക്കുന്ന അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അവരെ ഒരു തുടർച്ചയായിട്ടുള്ള ഇംപ്രൂവ്മെന്റിലൂടെ അവരെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സത്യത കറക്റ്റ് ആണ്. പ്രചോദനം കൊടുക്കുന്നത്, അഡ്മിഷൻ കൊടുക്കാന്ന് വെച്ചാൽ അവർക്ക് വീണ്ടും വീണ്ടും ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു പാതയിലോട്ട് അവർക്ക് എന്താണ് മുന്നോട്ട് പോകാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെയാണ് അല്ലെ. നമ്മൾ ഇത് സൈക്കോളജിക്കലായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ നമുക്കൊരു അംഗീകാരം കിട്ടി, കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ മെച്ചപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അല്ലെ. അതിന് താഴെ പോകാൻ നമ്മൾ ശ്രമിക്കോ? ഇല്ല, വീണ്ടും വീണ്ടും അതിൽ നിന്ന് കുറെ കൂടി ഉയരങ്ങളിലേക്ക് പോകാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുക അല്ലെ. പ്രത്യേകിച്ച് നമുക്കൊരു അംഗീകാരം ലഭിക്കും, ഒരു പബ്ലിക് അംഗീകാരം ലഭിക്കും. അതുപോലെ തന്നെയാണ് ഇവരുടെ കാര്യം. അതായത് തുടർച്ചയായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉന്മേഷം, ഇത് ഒരു പ്രചോദനം എന്ത് മൂലം ലഭിക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ മൂലം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ഇറ്റ് ലെറ്റ്സ് ദ ഓർഗനൈസേഷൻ demonstrate the commitment to quality care and patient safety, thereby guarantees best clinical outcomes. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്തല്ല, കമ്പൽസറി അല്ല എന്ന് പറഞ്ഞു. അതൊരു വോളണ്ടറി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ അക്രഡിറ്റേഷൻ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അങ്ങനെ ഒരു പ്രയോജനമാണ് ഇതിരിക്കുന്നത്. ഇറ്റ് ലെറ്റ്സ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് ദ കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അതായത് ഈ ഓരോ ഹോസ്പിറ്റലുകളും പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി കെയർ, അതിനോടുള്ള അവരുടെ ഒരു കമ്മിറ്റ്മെന്റ്, അവരുടെ ഒരു പ്രതിബദ്ധത തുറന്നു കാട്ടുന്നതിനുള്ള ഒരു അവസരമാണ് അക്രഡിറ്റേഷനിലൂടെ അവർക്ക് ലഭിക്കുന്നത്. അക്രഡിറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് അത്രയും നല്ല ക്വാളിറ്റി സേവനങ്ങളാണ് ആളുകൾക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന പേഷ്യന്റ് സേഫ്റ്റി ആയിക്കോട്ടെ, ക്വാളിറ്റി ആയിക്കോട്ടെ, അങ്ങനെയുള്ള സർവീസുകളിലുള്ള അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെ, അവരുടെ ഒരു പ്രതിബദ്ധത അത് കുറേയും കൂടെ പബ്ലിക്കിന് മുന്നിൽ അവർക്ക് തുറന്നു കാട്ടുന്നതിനുള്ള ഒരു അവസരം അതിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. thereby guarantees the best clinical outcomes. അപ്പൊ അതിലൂടെ അവർക്ക് നല്ലൊരു ഔട്ട്കംസ്, നല്ലൊരു റിസൾട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഒരു തരത്തിൽ അവർക്ക് നല്ലൊരു പബ്ലിക് റിലേഷനും കൂടെ അവിടെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാര്യം അവർക്ക് അവരുടെ സേവനങ്ങൾ, അവരുടെ ക്വാളിറ്റി, അവർ കൊടുക്കുന്ന പേഷ്യന്റ് സേഫ്റ്റിയെ പറ്റിയിട്ടൊക്കെ ആളുകളിൽ ഒരു അവബോധം ഉണ്ടാക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും അവർക്കൊരു അവസരമാണ് ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ. അപ്പൊ അതിലൂടെ അവർക്ക് നല്ല നല്ല ഔട്ട്കംസുകൾ അല്ലെ, നല്ലൊരു റിസൾട്ട് അവർക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ, ദാറ്റ് മീൻസ് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതൊക്കെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് കേട്ടോ. പിന്നെ പറയുന്ന പോയിന്റ് എന്താണ്? ഇറ്റ് റേസസ് ദ കമ്മ്യൂണിറ്റി കോൺഫിഡൻസ് അല്ലെ ഇൻ ദ സർവീസസ് ഗിവൺ ബൈ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആസ് എ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ വളരെ യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും അവിടെ എന്ത് കൊടുക്കുന്നുണ്ടാവാം? സേവനങ്ങൾ കൊടുക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിക്ക് ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലൂടെ ഒരു കോൺഫിഡൻസ് അല്ലെ, ആ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അത് സഹായിക്കും. പബ്ലിക് റിലേഷൻ നല്ല രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലെ. ഇത് ആളുകൾക്ക് ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ഹോസ്പിറ്റലാണ്, അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് വളരെ ക്രെഡൻഷ്യൽഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ സേവനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കമ്മ്യൂണിറ്റിക്കും ആ ഒരു ഹോസ്പിറ്റലിലുള്ള കോൺഫിഡൻസ് വർദ്ധിക്കും. അവർക്ക് വളരെ ട്രസ്റ്റ്, അവരുടെ ഒരു വിശ്വാസം അതിലൂടെ വർദ്ധിപ്പിക്കാം സാധിക്കും അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. It raises the community confidence in the services that is given by the healthcare organization and services provided by the credentialed medical staff. അടുത്ത പോയിന്റ് ഇതാണ്, ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് an opportunity to the healthcare unit to benchmark with the best. എന്താണ് പറയുന്നത്? ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് an opportunity to the healthcare unit to benchmark with the best. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു കമ്പാരിസൺ ആണ് അവിടെ പറയുന്നത്. അതായത് ഈ പറയുന്ന അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്
ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കുമല്ലോ. ടോപ്പ് റേറ്റഡ് എന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന സേവനങ്ങളിലും എല്ലാത്തിനും വളരെ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനായിട്ട് അവർ സഹായിക്കുന്നുണ്ട്. എന്താ പറയുക, ആ കമ്പാരിസൺ എന്ന് പറഞ്ഞ പോസിറ്റീവ് സെൻസിൽ എടുക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് അല്ലെ. ബെസ്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഹോസ്പിറ്റലുകളുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സേവനങ്ങളുമായിട്ട് നമ്മുടെ സേവനങ്ങൾ പരസ്പരം കമ്പയർ ചെയ്യാനുള്ള ഒരു അവസരം അതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല നല്ല കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേയും കൂടി ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ, നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഏതാണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ചുള്ള ചേഞ്ചുകളൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും കൂടിയുള്ള ഒരു അവസരം കിട്ടും അല്ലെ. നമ്മൾ എത്ര ബെറ്റർ ആവണം, ഇനി എത്ര നമ്മൾ ഇംപ്രൂവ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ അതിലൂടെ കിട്ടും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഹെൽത്ത് കെയർ യൂണിറ്റ് ടു ബെഞ്ച് മാർക്ക് വിത്ത് ദ ബെസ്റ്റ്. ബെസ്റ്റ് മീൻസ് ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഹോസ്പിറ്റലുകളുമായിട്ട് പരസ്പരം ഒരു കമ്പയർ ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അവസരം അവിടെ കിട്ടുന്നുണ്ട്. കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് സെൻസിലാണ് കേട്ടോ. അതായത് എത്രത്തോളം നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യാനുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ കുറേയും കൂടെ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു പൊട്ടൻഷ്യൽ ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ ഓർഗനൈസേഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? പറഞ്ഞു മനസ്സിലായോ? അത് തന്നെ ബെസ്റ്റ്, ഏറ്റവും നല്ല ബെസ്റ്റ് സർവീസ് കൊടുക്കാനുള്ള ഒരു അവസ്ഥ അതിലൂടെ ലഭിക്കുന്നുണ്ട്. അടുത്ത് പറയുന്നത് accreditation status also provides a marketing advantage in competitive health care. അറിയാലോ, നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഫീൽഡ് ആണല്ലേ. ആരോഗ്യ മേഖല അത്രയധികം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മേഖലയില് ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആയിട്ടും എന്തുപയോഗിക്കാം, അക്രഡിറ്റേഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താം അല്ലെ. അതായത് സ്വയം അവർക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് നമുക്ക് അക്രഡിറ്റേഷൻ കണക്കാക്കാം അല്ലെ. അവരുടെ ക്രെഡിബിലിറ്റിനെ പുറത്തു മുമ്പിൽ ഒരു മാർക്കറ്റിംഗ് എന്താ പറയാ അഡ്വാൻറ്റേജ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാം. ഞങ്ങൾ അക്രഡിറ്റഡ് ആണ്, ഇങ്ങനെയുള്ള സേവനങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അക്രഡിറ്റേഷൻ മൂലം ഓർഗനൈസേഷന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? The HCO standards having been certified by ISQUA provides an international recognition which will also help to encourage medical tourism. HCO എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. HCOന്റെ ഫുൾ ഫോം അതാണ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കേട്ടോ. അറിയുന്നവർ എഴുതണ്ട, അറിയാത്തവർ എഴുതി വെച്ചോ കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അതുപോലെ ISQUA, എന്താണ് ISQUA എന്ന് എഴുതി വെച്ചോളൂ. ഇന്ത്യൻ നാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി എന്നാണ് കേട്ടോ. ഇന്റർനാഷണൽ Society for Quality in Healthcare. Okay, Quality Healthcare കേട്ടോ. എഴുതി വെക്കാം കേട്ടോ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ISQUA എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് കേട്ടോ വായിക്കുന്നത്. ISQUA സ്മോൾ ലെറ്റർ തന്നെയാണ്. അതിന്റെ ഫുൾ ഫോം ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്നാണ് കേട്ടോ. അതൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ്. ഈ ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ അത് മെയിൻ ആയിട്ട് ഈ പറയുന്ന ക്വാളിറ്റി, പേഷ്യന്റ് സേഫ്റ്റി ഇതൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് ISQUA എന്ന് പറയുന്നത് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ, സഫീറ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇത് വന്നിട്ട് നമ്മുടെ ഈ പേഷ്യന്റിന്റെ സേഫ്റ്റി, ക്വാളിറ്റി അതിലൊക്കെ കൂടുതൽ ഫോക്കസ്, പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് കെയറിൽ കേട്ടോ. ആരോഗ്യ മേഖലയിലെ പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ അതിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു വലിയൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് ISQUA എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഒരു ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ ലഭിക്കുന്നുണ്ട്. ശരിയല്ലേ? കാരണം ഇത്രയും വലിയൊരു ഗ്ലോബൽ ഓർഗനൈസേഷന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ ആണ് അതിലൂടെ ലഭിക്കുന്നത്. പക്ഷെ ലോകമെമ്പാടും അവരെ പറ്റി അറിയാനുള്ള ഒരു അവസരം കിട്ടും. കാരണം ISQUA സർട്ടിഫിക്കേഷൻ ആണ് അവർക്കുള്ളത്.
അപ്പൊ അങ്ങനെയുള്ള ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ഒരു ഗ്ലോബൽ റെക്കഗ്നേഷൻ ലഭിക്കുന്നുണ്ട്. അഥവാ ഒരു ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ അവർക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ലഭിക്കുമ്പോൾ അത് ഇതിനെ സഹായിക്കുന്ന പറയണേ വിച്ച് വിൽ ആൾസോ ഹെൽപ്പ് ടു എൻകറേജ് ദ മെഡിക്കൽ ടൂറിസം. അത് മെഡിക്കൽ ടൂറിസത്തിന് കൂടുതൽ എൻകറേജ് ചെയ്യും. കാര്യം ഇത്തരം ഓർഗനൈസേഷന്റെ സേവനങ്ങളെ പറ്റിയിട്ട് ലോകമെമ്പാടും അറിയാൻ ഇടവരും. അപ്പൊ ആളുകൾ അതിന്റെ സേവനങ്ങളെ പറ്റി അറിയുകയും അത്തരം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്യാൻ തുടങ്ങും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് തുടങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ട് അത് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ ടൂറിസത്തിന് അത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, അതൊക്കെ എന്താണ് ഒരു അഡ്വാൻറ്റേജ്. ഇപ്പൊ നമ്മുടെ വിദേശീയരായിട്ടുള്ള ആളുകൾ ചില ആയുർവേദ ചികിത്സയ്ക്ക് പഞ്ചകർമ്മ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിലോട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ പറ്റിയുള്ള ഒരു ഗ്ലോബൽ റെക്കഗ്നേഷൻ എത്തുന്നത് കൊണ്ടാണ്, അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് അവർ അതിനെ പറ്റി മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റിനും മറ്റുമായിട്ടൊക്കെ നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു തരത്തിൽ അതൊരു മെഡിക്കൽ ടൂറിസത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ഇതാണ്. ഇൻ ദ എൻഡ് അക്രഡിറ്റേഷൻ പ്രൊവൈഡ്സ് ആൻ ഒബ്ജക്റ്റീവ് സിസ്റ്റം ഓഫ് എംപാനൽമെന്റ് ബൈ ദ ഇൻഷുറൻസ് ആൻഡ് അതർ തേർഡ് പാർട്ടീസ്. ഇവിടെ വായിക്കാം. In the end, accreditation provides an objective system of empanelment by the insurance and the other third parties. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾ, അതാണ് തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻഷുറൻസ് കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഏജൻസികളായിക്കോട്ടെ, അങ്ങനെയുള്ള ഏജൻസികള് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന, എന്നുവെച്ചാൽ അവർ സെലക്ട് ചെയ്യുന്ന, അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന, ദാറ്റ് മീൻസ് എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ അതാ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ഇൻഷുറൻസ് നെറ്റ്വർക്കുകൾക്കായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾ, ഗവൺമെന്റ് സ്കീമുകൾക്കൊക്കെ ആയിട്ട് അവര് സെലക്ട് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ എലിജിബിൾ ആവുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഒന്നുകൂടെ പറയാം. അതായത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾ അതുപോലെ ഗവൺമെന്റ് ഏജൻസികളൊക്കെ ഉണ്ടല്ലോ, അവര് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് നെറ്റ്വർക്കുകൾക്കാവാം അല്ലെങ്കിൽ വല്ല ഗവൺമെന്റ് ഹെൽത്ത് സ്കീമുകൾക്കാവാം, പ്രോഗ്രാമുകൾക്കൊക്കെ ആയിട്ട് അവർ സെലക്ട് ചെയ്യുന്ന ചില ഹോസ്പിറ്റൽ ഉണ്ടാവും. അവർ സെലക്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹോസ്പിറ്റലുകളെ അവർ സെലക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ അവർ സെലക്ട് ചെയ്യുന്ന, ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന, അതായത് എംപാനൽ ചെയ്യുന്ന ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റിൽ പെടുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. കാര്യം അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളെയാണ് അവർ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഇൻഷുറൻസ് നെറ്റ്വർക്കുകൾ ചേർന്നിട്ട് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് എന്താ പറയാ ഹെൽത്ത് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാനോ പദ്ധതികൾ ആവിഷ്കരിക്കാനൊക്കെ ആയിട്ട് അവര് നല്ല നല്ല ഹോസ്പിറ്റലുകളെയാണ് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന, എംപാനൽ ചെയ്യുന്ന ഹോസ്പിറ്റലുകളുടെ എലിജിബിൾ ആവുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്, അക്രഡിറ്റേഷൻ സഹായിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അക്രഡിറ്റേഷൻ പ്രൊവൈഡ്സ് ആൻ ഒബ്ജക്റ്റീവ് സിസ്റ്റം ഓഫ് എംപാനൽമെന്റ് ബൈ ദ ഇൻഷുറൻസ് ആൻഡ് അതർ തേർഡ് പാർട്ടീസ്. ഇതൊക്കെ എന്തിനുള്ള അഡ്വാൻറ്റേജ് ആണ്? ഓർഗനൈസേഷനിൽ ലഭിക്കുന്ന അഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇനി വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? അപ്പൊ അക്രഡിറ്റേഷൻ ഓർക്കുക, ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഇപ്പോഴൊരു തുടർച്ചയായ ഇംപ്രൂവ്മെന്റിലോട്ട് അവർ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ ക്വാളിറ്റി കെയറിലും അല്ലെ ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണം, പേഷ്യന്റിന്റെ സേഫ്റ്റിയിലൊക്കെ ഉള്ള അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ആളുകൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നതിനുള്ള ഒരു അവസരം അക്രഡിറ്റേഷനിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന് വളരെ യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് പേഷ്യൻസിന് സേവനം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിക്ക് ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള ഒരു വിശ്വാസ്യത അത് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നെ വലിയ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുമായിട്ട് അവരുടെ സർവീസുകളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുന്നതിലൂടെ ഇവർക്ക് സ്വയം ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള അവസരം അതിലൂടെ കിട്ടുന്നുണ്ട്. ഇതൊരു നല്ലൊരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ISQA പോലെയുള്ള ഗ്ലോബൽ ഓർഗനൈസേഷന്, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അവർക്ക് ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ ലഭിക്കുന്നുണ്ട് അല്ലെ. അതായത് ലോകമെമ്പാടും അവരെ പറ്റി അറിയാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് മെഡിക്കൽ ടൂറിസത്തിന് പ്രൊമോട്ട് ചെയ്യാനായിട്ടും സാധിക്കുന്നു. പിന്നെ എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ മെഡിസെപ്പ് കാർഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മെഡിസെപ്പ് കാർഡിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കേരള ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും ഒക്കെ കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെഡിസെപ്പ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ലിസ്റ്റ് ചെയ്യുന്ന, അവര് എംപാനൽ ചെയ്യുന്ന കുറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ ഈ മെഡിസെപ്പിന്റെ സേവനങ്ങൾ അവർക്ക് കിട്ടും.
ഓക്കെ, അതിലെല്ലാ ഹോസ്പിറ്റലും ഇല്ല, പക്ഷെ ഒട്ടുമിക്ക ഒരുവിധം നല്ല ഹോസ്പിറ്റലുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അവർ അങ്ങനെയുള്ള നല്ല നല്ല ഹോസ്പിറ്റലുകളെയാണ് ഇവരുടെ സേവനങ്ങൾക്കായിട്ട് അവർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എംപാനൽ ചെയ്യാന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന അതാണ്. അപ്പോ ഇത്തരത്തില് നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾ അല്ലെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അവര് സെലക്ട് ചെയ്യുന്ന ഇപ്പൊ ഈ ഇൻഷുറൻസ് നെറ്റ്വർക്കുകൾക്ക് എന്തെങ്കിലും ഗവൺമെന്റ് ഹെൽത്ത് സ്കീമുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനായിട്ട് അവർ സെലക്ട് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കുറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും കേട്ടോ. അതാണ് എംപാനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എംപാനൽ ചെയ്യുന്ന ഹോസ്പിറ്റലുകളുടെ എലിജിബിൾ ആവാനായി ഉൾപ്പെടാനായിട്ടും ഈ പറയുന്ന അക്രഡിറ്റേഷൻ എന്തിനു സഹായിക്കുന്നുണ്ട്? ഓർഗനൈസേഷനെ സഹായിക്കും. മനസ്സിലായതാണ് കേട്ടോ. ഇത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, മനസ്സിലായെന്ന് വിചാരിക്കാം. ഓക്കെ, ജിനിക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? ജിനിയല്ലേ ചോദിച്ചത്? ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്തത് കേട്ടോ, ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ് കേട്ടോ. സ്റ്റാഫുകൾക്കുള്ള ബെനിഫിറ്റ് ആണ് ഇത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. എന്തൊക്കെയാണ് അവിടെ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഈ അക്രഡിറ്റേഷൻ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അവർക്ക് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കി, ദ സ്റ്റാഫ് ഇൻ ആൻ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇസ് കണ്ടന്റ് എ ലോട്ട് since it provides for continuous learning, good working environment and leadership. Content a lot means confident a lot എന്നാണ് അർത്ഥം കേട്ടോ. കോൺഫിഡന്റ് എ ലോട്ട് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാല് ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ വളരെയധികം കോൺഫിഡന്റ് ആയിരിക്കും അല്ലെ. കാര്യം എന്താണ്? അവർക്ക് അവിടെ സ്വയം വളരാനുള്ള ഒരു അവസരം കിട്ടും. അതാണ് നമ്മളിപ്പോ എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിലും നമുക്ക് അവിടെ സ്വയം ഇംപ്രൂവ് ചെയ്യാനും നമുക്കൊരു സെൽഫ് ഡെവലപ്മെന്റിനുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു അവസരമാണ്. കാരണം നമുക്ക് സ്വയം വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ കിട്ടുന്നുണ്ട്. എന്നതുപോലെ തന്നെയാണ് ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരെന്തായിരിക്കും? വളരെ കോൺഫിഡന്റ് ആയിരിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ കണ്ടിന്യൂസ് ലേണിംഗ് അല്ലെ. അവർക്ക് തുടർച്ചയായിട്ട് പഠിക്കാനും അവർക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാനും പിന്നെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരിക്കും അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ടാവാം. നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും. അതിലൂടെ അവർക്ക് സ്വയം അവരുടെ നോളജും അവരുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു അവസരം അവർക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് അല്ലെ. അത് സ്റ്റാഫുകൾക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്നോട് വായിക്കാൻ പോയിന്റ്, ദ സ്റ്റാഫ് ഇൻ ആൻ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഈസ് കണ്ടന്റ് എ ലോട്ട് since it provides for continuous learning, good working environment and leadership. Okay, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, capabilities and skills of the staff also get enhanced in an accredited hospital. Same കാര്യം തന്നെ നമ്മൾ പറഞ്ഞത്. സ്റ്റാഫുകൾക്ക് അവരുടെ കേപ്പബിലിറ്റീസ് അവരുടെ കഴിവുകള് അവരുടെ സ്കില്ലുകളൊക്കെ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണെങ്കിൽ അവർക്ക് അത് വളർത്താൻ സാധിക്കും അല്ലെ. അത് ഒരിക്കലും ഒരിടിച്ചു പോവില്ല, പകരം അവർക്ക് കുറേം കൂടെ അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഇറ്റ് എൻഹാൻസസ് കോംപ്രിഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, knowledge and skill in systematic ways with a defined ownership and accountability of all the staff that include medical and paramedical staff. ശരിക്കും പറഞ്ഞാൽ ഈ 3 പോയിന്റും ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്, ഒരേ കൺസെപ്റ്റ് തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. ഇത് തന്നെയാണ്, അതായത് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ അവർക്ക് അവരുടെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് വളരെ വിപുലമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള രീതിയിൽ അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനും അതുപോലെ അവരുടെ സ്കില്ല് അവരുടെ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം അതിലൂടെ ലഭിക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും അതിനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് മാത്രമല്ല, മറ്റുള്ള പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ആയിക്കോട്ടെ അവർക്ക് എല്ലാവിധ പ്രിവിലേജസും സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലുകൾക്ക് ലഭിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയുള്ള കേട്ടോ. അപ്പൊ അക്രഡിറ്റേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കേട്ടോ. പേഷ്യൻസിനുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റുകൾ അതുപോലെ കിട്ടുന്നുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതിന് ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് അത് സ്റ്റാഫിനുള്ള ബെനിഫിറ്റ് ആണോ അതോ പേഷ്യന്റിനുള്ള ബെനിഫിറ്റ് ആണോ അതോ ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റ് ആണോ എന്നുള്ളത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലേ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ? ഇത് പറയൂ നിങ്ങള്, എന്നാലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ, കേട്ടിരിക്കാമെന്നും വലിയ രസമൊന്നും ഉണ്ടായിരിക്കില്ല, അത് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് അക്രഡിറ്റേഷൻ
ബോഡീസ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഇത്തരത്തിൽ അക്രഡിറ്റേഷൻ എന്താണെന്നും അതിന്റെ ബെനിഫിറ്റ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അക്രഡിറ്റേഷൻ ബോഡീസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഏതൊക്കെ അക്രഡിറ്റേഷൻ ബോഡികളാണ് ഉള്ളത് നോക്കാം. നമുക്കറിയാലോ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ശരിക്കും പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ആണ് പൊതുവെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അത്തരത്തില് ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോഡീസ് ആണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അതിന് ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളതാണ് NABH കേട്ടോ. NABHന്റെ ഫുൾ ഫോം ചോദിക്കും കേട്ടോ. എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. പഠിച്ചു വെക്കണേ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നാഷണൽ എന്ന് കാണുമ്പോൾ തന്നെ ഓർക്കുക നമ്മുടെ വിത്തിൻ ഇന്ത്യക്കകത്ത് കേട്ടോ, നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഈ പറയുന്ന ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അംഗീകാരം കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് NABH എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ NABL ആണ്. NABL നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. എവിടെ പഠിച്ചിട്ടുണ്ട്? ലബോറട്ടറി സർവീസിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. കറക്റ്റ് ആണ് കേട്ടോ സഫീറ. എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബറേഷൻ ലബോറട്ടറീസ് അല്ലെ, പഠിച്ചതാണ് കേട്ടോ. ലബോറട്ടറി സർവീസിനകത്ത് നിങ്ങൾ NABL ബേസ് ചെയ്തിട്ടൊക്കെ ഡിവിഷൻ പഠിച്ചിട്ടില്ലേ? ഓക്കെ. അതെന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ലബോറട്ടറികൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് കേട്ടോ NABL എന്ന് പറയുന്നത്. അടുത്തതാണ് ACHSI കേട്ടോ. ഇതാണ് ACHSI. ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എന്താണ്? ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. അതാണ് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ചിലപ്പോൾ വേണമെങ്കിൽ വേറെ ഒന്നും ചോദിക്കില്ല, ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ACHSI. അടുത്തതാണ് JCI ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇതാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഈ JCIനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എവിടെയെന്ന് അറിയാമോ? ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പുറത്തു കൂടിയുള്ളതെന്ന് തോന്നുന്നു. അതിനകത്ത് JCIനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. കുറെ JCI ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇപ്പോഴേ തന്നെ കുറച്ചൊരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. ഓക്കെ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ്. ശരിക്കും ഇതൊരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് കേട്ടോ JCI എന്ന് പറഞ്ഞാൽ. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു അക്രഡിറ്റേഷൻ ബോഡി ആയിട്ടാണ് JCIനെ കണക്കാക്കുന്നത് കേട്ടോ. 1994 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ. ഓക്കെ. ജസ്റ്റ് വായിക്കാം. JCI ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ that works to enhance patient safety and quality of health care in the international community by promising education, publications, advisory services and international accreditation and certification. Okay. JCI എന്ന് പറയുന്നത് ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. അത് വന്നിട്ട് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ അതായത് നമ്മുടെ ഈ പറയുന്ന ക്വാളിറ്റി, പേഷ്യന്റിന്റെ സേഫ്റ്റി, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള പേഷ്യന്റിന്റെ സേഫ്റ്റി, അവിടുത്തെ ക്വാളിറ്റി സർവീസ്, അതിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ എഡ്യൂക്കേഷനും മറ്റുള്ള പബ്ലിക്കേഷൻസും അഡ്വൈസറി സേവനങ്ങളൊക്കെ കൊടുത്ത് അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷനും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിലെ പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി അതൊക്കെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയാ ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI എന്ന് പറയുന്നത് കേട്ടോ. ഒരു വലിയൊരു അക്രഡിറ്റർ ആണെന്ന് ഓർത്ത് വെക്കാം. JCI is the world's largest health care accreditor കേട്ടോ. JCI എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അക്രഡിറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ. NABH എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്, നാഷണൽ ഇതാണ്. JCI എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. ഇറ്റ് ഈസ് വേൾഡ്സ് ലാർജസ്റ്റ് ഹെൽത്ത് കെയർ അക്രഡിറ്റർ കേട്ടോ. അവനെ ചോദിക്കാനുള്ളത്. പിന്നെ നോക്കുക, സിൻസ് 1994 each hospital that has tried JCI's gold seal of approval has done so as a part of the constant performance improvement journey. അതായത് JCI അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അത്രയും വലിയൊരു അക്രഡിറ്റേഷൻ ആണ് കേട്ടോ JCI അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള ഹോസ്പിറ്റലുകൾ എല്ലാം തന്നെ ഇംപ്രൂവ്മെന്റിന്റെ വക്കിലാണെന്നാണ് പറയുന്നത് കേട്ടോ. 1994 ഈ പറയുന്ന JCI സ്ഥാപിതമാകുന്നത് കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ക്വാളിറ്റി മാനേജ്മെന്റിനകത്ത് പഠിക്കുന്നുണ്ട്.
ഇതൊരു US ബേസ്ഡ് ആയിട്ടുള്ള അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. 1994 ഈ പറയുന്ന എന്താ പറയാ സ്ഥാപിതമായത്. നമ്മുടെ ഇന്ത്യയിൽ JC അക്രഡിറ്റേഷൻ ഉള്ള 21 ഹോസ്പിറ്റലുകൾ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ JC അക്രഡിറ്റേഷൻ ഉള്ള 21 ഹോസ്പിറ്റലുകൾ നമ്മുടെ ഇന്ത്യക്കകത്തുണ്ട് കേട്ടോ. ഈ JC അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ അത്രയും ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടാം. ഇതൊക്കെ അക്രഡിറ്റേഷൻ ബോഡി ആണെന്നുള്ളത് ക്ലിയർ ചെയ്ത് വെക്കാം. അതായത് ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കാം. NABH, NABL എന്ന് പറയുന്ന ലാബുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് കേട്ടോ. ACHS ഓക്കെ, സത്യരാഷ്ട്ര പരിസ്ഥിതിക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ശരിയാണ്, JC അക്രഡിറ്റേഷൻ ഉണ്ട്. പിന്നെ ACHS ആയിട്ടോ, ആസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. JCയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, അത് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ അക്രഡിറ്റർ ആണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? NABH ആണ് അല്ലെ. നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ്ങിൽ NABH ഇല്ലേ? NABHനെ പറ്റിയിട്ട് ഇവിടെയും പഠിക്കുന്നുണ്ട്. ഈ സെയിം കാര്യങ്ങൾ തന്നെ ഇവിടെയും പഠിക്കുന്നുണ്ട്. ക്വാളിറ്റി മാനേജ്മെന്റിനകത്ത് ആ ചാപ്റ്ററിനകത്ത് ഇതേ സെയിം കാര്യം തന്നെ അവിടെയും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ നമുക്കത് പഠിച്ചു പോകാം. അപ്പൊ അവിടെ പഠിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ. NABH ഓക്കെ, നോക്കുക. NABHന്റെ ഫുൾ ഫോം ആദ്യം പഠിച്ചു വെക്കണം, അതെനിക്കറിയാം. ഇനി നോക്കുക. NABH സ്റ്റാൻഡേർഡ്സ് ആർ മോഡേണൈസ്ഡ് എവറി 4 years കേട്ടോ. 4 years എന്നുള്ളത് ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Every 4 years. And now the hospital puts into effect 5th edition standards. എപ്പോ തൊട്ടാണ് അറിയോ? April 2020 കേട്ടോ. ഇതൊക്കെ പോയിന്റുകളാണ്. അതായത് NABH എന്ന് പറയുന്ന NABHന്റെ സ്റ്റാൻഡേർഡുകൾ അത് ഓരോ 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? റിവൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ 4 വർഷം കൂടുമ്പോഴും അത് റിവൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ, അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, വൺ ടൈം ഇവന്റ് അല്ല. അതിങ്ങനെ ഇത്ര വർഷം കൂടുമ്പോൾ അതിങ്ങനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കും. കാര്യം ചിലപ്പോൾ പുതിയ പുതിയ സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും, പഴയ ചില ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ നമ്മൾ എടുത്തു മാറ്റും. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പൊ NABHന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഓരോ 4 വർഷം കേട്ടോ. അത്രയാണ് 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? റിവൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിലുള്ളത് NABHന്റെ 5th എഡിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. എന്താണെന്ന് അറിയുന്നത്? April 2020 അത് വന്നത് കേട്ടോ. 5th എഡിഷൻ സ്റ്റാർട്ട് ചെയ്തത്. നിലവിൽ ഉള്ളത് ഈ NABHന്റെ 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ചോദിച്ചാൽ നിങ്ങൾ പറയുന്നു കേട്ടോ. നിലവിലുള്ളത് എത്രാമത്തെ എഡിഷൻ ആണ്? 5th എഡിഷൻ സ്റ്റാൻഡേർഡുകളാണ് നിലവിലിപ്പോ ഉള്ളത്. ഓക്കെ, അത് April 2020 തൊട്ടാണ് കേട്ടോ. 2020 അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, 5ാമത്തെ എഡിഷൻ. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. NABH സ്റ്റാൻഡേർഡ്സ് ഫോക്കസ് ഓൺ patient safety and quality of the delivery of services by the hospital. NABH സ്റ്റാൻഡേർഡുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഒന്ന് പേഷ്യന്റിന്റെ സേഫ്റ്റി, മറ്റൊന്ന് ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ്. അല്ലെ, ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ പേഷ്യന്റിന്റെ സേഫ്റ്റിയിലും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ഡെലിവറി സർവീസിലുമാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് NABH സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ് കേട്ടോ. ഓക്കെ, പിന്നെ ചേഞ്ചിങ് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചത് പോയിന്റുകളാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് NABH is given by an autonomous body that is established by the Government of India known as QCI. QCIയുടെ ഫുൾ ഫോം എന്താണ്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ. വിച്ച് ഇസ് ദ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോഡി ഇൻ ഇന്ത്യ കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോഡി ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു ഭാഗമാണ് QCI, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. നമ്മുടെ ഇന്ത്യയിലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകളൊക്കെ സെറ്റ് ചെയ്യുന്ന, ഫോർമുലേറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കീഴില് സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോനോമസ് ബോഡിയാണ് എന്തെന്ന് പറയുന്നത് NABH കേട്ടോ. ദാറ്റ് മീൻസ് സ്വയം ഭരണ അധികാരമുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് NABH എന്ന് പറയുന്നത്. ആരുടെ കീഴിലാണ്? നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു എന്താ പറയുക ഓട്ടോനോമസ് ബോഡിയാണ് NABH എന്ന് പറയുന്നത്.
ക്ലിയർ ആയോ? ഇതിൽ പഠിക്കാനുള്ള പോയിന്റ് ഇത്രയേ ഉള്ളൂ. NABHന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. പിന്നെ ഓരോ 4 വർഷം കൂടുമ്പോഴാണ് NABHന്റെ സ്റ്റാൻഡേർഡിൽ റിവൈസ് ചെയ്യുന്നത് കേട്ടോ. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് പഠിച്ചു വെക്കുക, നിലവിൽ ഇപ്പൊ എഫക്റ്റീവ് ഇരിക്കുന്നത് NABHന്റെ 5th എഡിഷൻ ആണ് കേട്ടോ. 5ാമത്തെ എഡിഷൻ ആണ്. എന്താണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്? ഏപ്രിൽ 2020 കേട്ടോ. ഓക്കെ, അന്ന് തൊട്ട് ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് NABHന്റെ 5th എഡിഷൻ ആണ്. പിന്നെ NABH സ്റ്റാൻഡേർഡുകൾ എന്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ സേഫ്റ്റിയിലും ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ് ബൈ ദ ഹോസ്പിറ്റലാണ് കേട്ടോ. ഈ 2 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് അവര് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ NABH എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് ബോഡിയാണ്. അത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡിയാണ്. ഇത്രയും കാര്യങ്ങൾ NABHനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് NABH mainly divides hospitals into 2 main divisions കേട്ടോ. NABH പ്രധാനമായിട്ടും നമ്മുടെ ഹെൽത്ത് ഹോസ്പിറ്റലുകളെ 2 മെയിൻ ഡിവിഷൻസ് ആയിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് അവരുടെ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡുകളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. കാര്യം നമുക്കറിയാമല്ലോ, നമ്മുടെ എന്ന് പറയുമ്പോൾ എല്ലാ ഹോസ്പിറ്റൽസും ഉണ്ട് അല്ലെ. സ്മോൾ ഹോസ്പിറ്റൽസ് ഉണ്ട്, ബിഗ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ലാർജ് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരേ സ്റ്റാൻഡേർഡ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ NABH ഹോസ്പിറ്റലുകളിൽ പ്രധാനമായിട്ടും 2 മെയിൻ ഡിവിഷൻസ് ആക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 മെയിൻ ഡിവിഷൻസ്? ഫസ്റ്റ് വൺ SHCO കേട്ടോ. HCO നേരത്തെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. SHCO എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഓർത്തു വെക്കാം, വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ് കേട്ടോ. 50 ബെഡുകളിൽ താഴെയുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ, അതിന് നമ്മൾ SHCO ഗണത്തിലാണ്, SHCO ഡിവിഷനാണ് പെടുത്തിയിരിക്കുന്നത് കേട്ടോ. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ് കേട്ടോ. 50 ബെഡുകളിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളായിരിക്കും. അടുത്ത വരുന്നത് HCO ആണ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് മോർ ദാൻ 50 ബെഡ്സ് കേട്ടോ. ബെഡുകളുടെ എണ്ണത്തിന് ബേസ് ചെയ്തിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 50 ബെഡുകളിൽ കൂടുതൽ ഉള്ളതിനാണെങ്കിൽ HCO. അങ്ങനെ 2 ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, NABH സ്റ്റാൻഡേർഡ്സ് ഫോർ ദ ഹോസ്പിറ്റൽസ് ഈസ് അറേഞ്ച്ഡ് ബൈ ദ ടെക്നിക്കൽ കമ്മിറ്റി ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ NABH. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ NABH സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള NABH സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നത് ആരാണ്? ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. അതായത് NABH തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ NABH തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ഈ ഒരു കമ്മിറ്റിയാണ് NABH സ്റ്റാൻഡേർഡുകളെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതിന്റെ ഒരു കമ്മിറ്റി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ NABH സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? NABH തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഇനി ഈ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് അറിയാലോ കേട്ടോ. ദാറ്റ് ഹാസ് എസ്റ്റീംഡ് പേഴ്സൺസ് ഫ്രം ക്ലിനിക്കൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ് ആയിട്ട്. ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ, അതുപോലെ തന്നെ നഴ്സിംഗ്, അഡ്മിനിസ്ട്രേഷൻ ഏരിയകളിലുള്ള ആളുകളൊക്കെ ഈ പറയുന്ന കമ്മിറ്റിയുടെ അംഗങ്ങളാണ് കേട്ടോ. അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ, നഴ്സിംഗ്, അഡ്മിനിസ്ട്രേഷൻ ഏരിയകളിലുള്ള വളരെ എസ്റ്റീംഡ് ആയിട്ടുള്ള ആളുകൾ ചേർന്നിട്ടുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ഈ ഒരു കമ്മിറ്റിയാണ് കൃത്യമായിട്ടുള്ള NABH സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം, അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് consider the needs of various laws and regulations and guidelines laid down by the government from the time to time. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പം ഈ കാലാകാലങ്ങളിൽ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ചട്ടങ്ങള്, അല്ലെങ്കിൽ നിയമങ്ങള്, നിയന്ത്രണങ്ങള്, അതിന് അനുസൃതമായിക്കൊണ്ടാണ് NABHകള് അതിന്റെ സ്റ്റാൻഡേർഡുകൾ, അതിന്റെ മാനദണ്ഡങ്ങൾ അവര് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഓരോ സമയത്തിനനുസരിച്ച് ഗവൺമെന്റ് പുതിയ ചില ചട്ടങ്ങള്, അല്ലെങ്കിൽ പുതിയ ചില മാർഗനിർദ്ദേശങ്ങള്, നിയന്ത്രണങ്ങളൊക്കെ അവർ കൊണ്ടുവരും. അപ്പൊ അതിനനുസരിച്ച് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? NABH അതിന്റെ സ്റ്റാൻഡേർഡുകള് ഫോർമുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ NABH മെയിൻ ആയിട്ട് ഹോസ്പിറ്റലുകളെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്. മറ്റൊന്ന് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മോർ ദാൻ 50 ബെഡ്സ്. ഓക്കെ, പിന്നെ NABH സ്റ്റാൻഡേർഡുകൾ ആരാണ് ഫോർമുലേറ്റ് ചെയ്തത്? അതിനായിട്ടൊരു ടെക്നിക്കൽ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ആ ഒരു കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് പറയുന്നത്? ആ ഒരു ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ, നഴ്സിംഗ്, അഡ്മിനിസ്ട്രേഷൻ ഏരിയകളിലെ ആളുകളൊക്കെ ഈ പറയുന്ന കമ്മിറ്റിയുടെ അംഗങ്ങളാണ്. ഈ ഒരു കമ്മിറ്റിയാണ് NABH സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്.
ഇനി വെറുതെ അങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാണ് ഒരു സ്റ്റാൻഡേർഡ് അല്ല. കാലാകാലങ്ങളില് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നയങ്ങള് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങള് ചട്ടങ്ങള് അതിനെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അവര് NABH സ്റ്റാൻഡേർഡുകൾ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും ഭാഗങ്ങള്? ഓക്കെ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് ജസ്റ്റ് നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അതായത് NABH സ്റ്റാൻഡേർഡുകളില് NABH മെയിൻ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതില് 10 ചാപ്റ്ററുകളും 100 സ്റ്റാൻഡേർഡുകളും 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളുമാണ് ഉള്ളത് കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കാം. അതായത് 10 ചാപ്റ്ററുകളിൽ എത്ര സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് അറിയോ? 100 സ്റ്റാൻഡേർഡുകൾ. 100 സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഓർക്കണം, ഒരുപാടുണ്ട്. നമുക്ക് അതൊന്നും മുഴുവൻ പഠിക്കൽ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡുകൾ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 100 സ്റ്റാൻഡേർഡുകള്, ഓരോ സ്റ്റാൻഡേർഡുകൾക്കുള്ളിലായിട്ട് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സും ഉണ്ട്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്ലാസ് ഒക്കെ ഫോളോ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി, താങ്ക് യു.